KSRTCയിലൊരു പുതിയ സംവിധാനം തുടങ്ങുകയാണ്. KSRTC ജീവനക്കാരുടെ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. KSRTC വേണ്ടി ഡോക്ടർ കരൺജിത്ത് എന്ന ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഓൺലൈനിലൂടെ KSRTC ജീവനക്കാർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനേകം KSRTC ജീവനക്കാർ നമ്മൾ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിൽ 60ഓളം ആളുകൾ മരിക്കുന്നുണ്ട്. ഒരു 60-62 പേര് KSRTC ഓൺ ഡ്യൂട്ടിയിൽ മരിക്കുന്നുണ്ട്, ഡ്യൂട്ടി സ്ഥലത്തോ അല്ലെങ്കിൽ പരിസരത്തോ വെച്ച്. അതിൽ കൂടുതലും ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ മാനസികമായ സമ്മർദ്ദം നേരിടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻസ് താരതമ്യേന കുറവാണെങ്കിലും മറ്റ് BP പോലുള്ള ഷുഗർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള അസുഖങ്ങൾ വളരെ വ്യാപകമാണ്. ഈ 62-63 പേര് ഒരു ശരാശരി കഴിഞ്ഞ വർഷമൊക്കെ മരിച്ച സാഹചര്യത്തിൽ അതിലൊരു ഭൂരിപക്ഷം ആളുകളും ഹാർട്ട് അറ്റാക്കിലാണ്. ക്യാൻസർ രോഗം മൂന്നാമതേ ഉള്ളൂ, മറ്റ് രോഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ, സൂയിസൈഡ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ മാനസിക പ്രശ്നങ്ങൾ, സമ്മർദ്ദം കൊണ്ടുണ്ട്. ആ മാനസിക സമ്മർദ്ദങ്ങളെ നേരിടാൻ വേണ്ടിയും ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിച്ച് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ ആദ്യം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡോക്ടറുമായി ബന്ധപ്പെടാം. ജീവനക്കാർക്ക് അവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഏതാണ്ട് രാവിലെ 10 മണി മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 2 മണി വരെ അരമണിക്കൂർ ആണ് ഒരാൾക്ക് കൊടുക്കുന്നത്. ആ അരമണിക്കൂർ ഗ്യാപ്പിലുള്ള സ്ലോട്ടുകൾ KSRTC kerala.rtc.com കയറിയിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് അനുവദിച്ച് കഴിഞ്ഞാൽ ആ സ്ലോട്ടിൽ അവർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അതിൽ പങ്കെടുക്കാം. ആ സ്ലോട്ടിൽ കയറിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ, അവരുടെ മാനസിക പ്രശ്നങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും ശാരീരിക പ്രശ്നങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഒരു തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് സജസ്റ്റ് ചെയ്യും. അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇടപെടൽ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടൽ ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു പുതിയ പരീക്ഷ. അപ്പോൾ അത് വരുന്നതോടി തൻ്റെ രോഗത്തെക്കുറിച്ച്, ചെറുതാണെങ്കിൽ പോലും തൻ്റെ രോഗത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ലക്ഷണങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ ആ രോഗത്തിൻ്റെ ചിലപ്പോൾ ഒരു ഗുരുതരാവസ്ഥ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അടിയന്തരമായി ചികിത്സയ്ക്കുള്ള ഏർപ്പാടുണ്ടാക്കാനും കഴിയും. അതിൽ KSRTC മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. ഈ ഡോക്ടർ ആദ്യഘട്ടത്തിൽ ഇവരുമായി ഓൺലൈനിൽ ഒരു ചർച്ച തുടങ്ങിയതിന് ശേഷം ഒരു പാക്കേജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാരുണ്യ പദ്ധതിയിൽ മുഴുവൻ ജീവനക്കാരെയും കാരുണ്യ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടിയെല്ലാം ആയിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പിൽ നിന്നും ഇനി കൺസെൻറ്റ് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യേണ്ട പേപ്പർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അത് ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ജീവനക്കാരും കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി മാറും. ഇതാണ് നമ്മൾ ജീവനക്കാരുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഇത്തരത്തിലുള്ള മരണങ്ങൾ വല്ലാതെ വർദ്ധിക്കുകയും അതിൽ ഹൃദ്രോഗം, അതുപോലെ സൂയിസൈഡ്, ക്യാൻസർ, ഈ രോഗങ്ങളുടെ ഒരു വർധനവും. അപ്പോൾ അത് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്, സ്ട്രെസ്സ് നേരിടുന്നവരുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പരമാവധി ജീവനക്കാർ ഉപയോഗപ്പെടുത്തുക. അവരുടെ നല്ല മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയുമാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെയും റോഡിൽ പോകുന്ന യാത്രക്കാരുടെയും ഒക്കെ ആരോഗ്യത്തിനും അവരുടെ ഒരു സമീപനത്തെ നന്നായിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ KSRTC മാനേജ്മെൻറ്റ് വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, ഇത് ഞാൻ ഏതായാലും തൽക്കാലം വിടില്ല. ഞാനും CMD ശ്രീ പ്രമോദും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയൊരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഡോക്ടറെ അടിയന്തരമായി നിയമിച്ചത്. ആശുപത്രി സൗകര്യങ്ങൾ മാത്രമല്ല, രാജീവ് ഗാന്ധി ബയോടെക്നോളജി മിഷനുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ നമ്മുടെ ജീവനക്കാർക്ക് കുറഞ്ഞ ചിലവിൽ രക്തപരിശോധന അടക്കമുള്ള പരിശോധനകൾക്കുള്ള സംവിധാനം, ഫുൾ ബോഡി ചെക്കപ്പ്, 900 രൂപയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അവർ വെളിയിൽ അവർക്ക് വേറെ റേറ്റ് ആയിരിക്കും. ഞങ്ങൾ അവർക്ക് ലാബ് തുടങ്ങാനുള്ള സൗകര്യം KSRTC സ്ഥലത്ത് ചെയ്തു കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അവരൊരു MRI സ്കാൻ തന്നെ സ്ഥാപിക്കാൻ തയ്യാറാണ്. KSRTC ആ സ്ഥലം ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം അവർക്ക് ഞങ്ങൾ കൊടുത്താൽ ഒരു MRI സ്കാൻ സ്ഥാപിക്കുകയും ജീവനക്കാർക്ക് വളരെയധികം വലിയ സൗജന്യത്തിൽ MRI സ്കാൻ അടക്കമുള്ള സ്കാനുകൾ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥലം KSRTC തിരുവനന്തപുരത്ത് KSRTC ഉടമസ്ഥയുള്ള സ്ഥലം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കും. അത് കൊടുത്തുകൊണ്ട് ആ പദ്ധതി കൊണ്ടുവരും. അതിൽ KSRTCക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പക്ഷേ KSRTC ഈ സ്ഥലം കൊടുക്കുന്നതിലൂടെ KSRTC ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ആനുകൂല്യം ഇത്തരം സ്കാനിങ് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അത് അവസാനിച്ച് പോവില്ല. കാരണം ഈ മറ്റുള്ളവർ കൂടി ഉപയോഗിക്കാൻ തരത്തിൽ. അപ്പോൾ രാജീവ് ഗാന്ധി ബയോടെക്നോളജി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന് കൂടി ഉപയോഗിക്കാൻ കഴിയുന്നത്. പബ്ലിക്കിന് വേറെ റേറ്റ് ആയിരിക്കും, KSRTC ജീവനക്കാർക്കും ഫാമിലിക്കും വേറെ റേറ്റ് ആയിരിക്കും, കുറഞ്ഞ റേറ്റ് ആയിരിക്കും. സ്ഥലം നമ്മൾ കൊടുക്കാമെന്നുള്ള ഒരു ധാരണ എത്തിയിട്ടുണ്ട്. സ്ഥലം കണ്ടെത്താനായിട്ട്
CMD ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം കണ്ടെത്തിയാലുടൻ ആ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ലാബ് ഇപ്പോൾ ആദ്യം തന്നെ തുടങ്ങും അല്ലേ? കളക്ഷൻ സെൻറ്റർ നെക്സ്റ്റ് വീക്കിൽ തുടങ്ങിയാണ്. കളക്ഷൻ എടുക്കുകയാണ്. പിന്നെ ലാബിനുള്ള സ്ഥലം ആദ്യം കൊടുക്കും. സ്കാനിങ്ങിന് കുറച്ച് കൂടുതൽ സ്ഥലം വേണം. അപ്പോൾ ആ സ്ഥലം ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയാലുടൻ തന്നെ സിറ്റിക്കകത്ത് തന്നെ കൊടുക്കും. അത് നിലനിൽക്കുന്നത് എന്തെന്നറിയാം, പബ്ലിക്ക് കൂടി അതിൽ വരാൻ തുടങ്ങുമ്പോൾ ഈ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാകും. അല്ലാത്ത പക്ഷം ഈ മുമ്പ് പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മരണപ്പെട്ടു. ഇല്ല, സാമ്പത്തിക പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. ഈ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ ശമ്പളം കൊടുക്കാനാണ് ആലോചിക്കുന്നത്. അടുത്ത മാസം തൊട്ട് 1-ാം തീയതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി അവസാനം എല്ലാം പരിഹരിച്ചു. ഇപ്പം നിങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഞാൻ ഈ പത്രസമ്മേളനത്തിന് ശേഷം ബാങ്കുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ബാങ്കുമായിട്ട് ഫൈനലൈസ് ചെയ്താൽ ഈ മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ ശമ്പളം കൊടുക്കും. വ്യക്തമായ ഡേറ്റും കാര്യങ്ങളും ഞാൻ നാളെ അവരോട് സംസാരിച്ച് എല്ലാം റെഡിയാകാതെ ഞാൻ നിങ്ങൾ പറയുന്നത് ശരിയല്ല, എന്നാലും പറയുകയാണ്. അതിനുവേണ്ടി സമരമൊന്നും അതിന് ചെയ്യേണ്ട. കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം അതിന് പച്ചക്കൊടി കാണിച്ചു. അദ്ദേഹമാണ് അതിന് ഏറ്റവും മുൻകൈ എടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അനുമതി ഞാൻ വാങ്ങി. അപ്പോൾ ബാങ്ക് നടപടികളുമായിട്ട് പോവുകയാണ്. ബാങ്കിൻ്റെ ചില ചെറിയ തർക്കങ്ങളുണ്ട്. അത് പരിഹരിച്ചാൽ അത് ഇന്നിപ്പോൾ ചർച്ചയിൽ പരിഹരിക്കും. അരമണിക്കൂറിനുള്ളിൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകും. ഈ മാസം ആദ്യം തന്നെ 5-ാം തീയതിക്ക് മുമ്പ് എന്ന് ഞാനിപ്പോൾ പറയുകയാണ്. കറക്റ്റ് ഡേറ്റ് ഞാൻ നാളെ ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ പറയാം. കാരണം പൈസ കയ്യിൽ വരാതെ പ്രഖ്യാപിച്ചിട്ട് ഇയാൾ പറ്റിച്ചല്ലോ എന്ന് ആരും പറയരുത്. ഉള്ള സത്യം അങ്ങ് പറയാം. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഡേറ്റ് പറയാം. കൃത്യമായ ഡേറ്റ് തന്നെ പറഞ്ഞുതരാം. അങ്ങനെ ശരിയാകുകയാണെങ്കിൽ അടുത്ത മാസം തൊട്ട് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കും. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ നേട്ടം KSRTC കൈവരിക്കുന്നത്. KSRTC സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ്. KSRTCയുടെ ഈ സാമ്പത്തിക സംവിധാനങ്ങളെ മുഴുവൻ അഴിച്ചു വാർത്തുകൊണ്ട് മാത്രമാണ് ഈ സംവിധാനം നടത്താൻ പറ്റുന്നത്. വലിയൊരു പൊളിച്ചെഴുതലുണ്ട്. ആ പൊളിച്ചെഴുതലോടെയാണ് ഈ പദ്ധതി. അല്ലാതെ KSRTC ജീവനക്കാർക്ക് ഇപ്പോൾ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല. വലിയൊരു റിസ്ക്കാണ് മാനേജ്മെൻറ്റ് എടുക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ, അതുകൊണ്ട് അനുബന്ധമായി മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇച്ചിരി സാമ്പത്തിക ബാധ്യത വരും. പക്ഷേ എങ്കിൽ പോലും അത് പരമാവധി കുറയ്ക്കാനുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒരു നടപടിക്രമം, ഇതുവരെയുള്ള നടപടിക്രമങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമേ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് പൊളിഞ്ഞു പോകും. ഈ എടുക്കുന്ന നടപടി പൊളിഞ്ഞു പോകും. അത് പൊളിയായിരിക്കാൻ വേണ്ടിയുള്ള സർവ്വമാറ്റങ്ങളും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കും. നടപ്പിൽ വരും ഒരാഴ്ചയ്ക്കുള്ളിൽ. ആ നിലയിൽ മാത്രമേ മുന്നോട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളായിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്.